We now come to a moment of honor and blessing in our program. It is our privilege to have amidst us Very Reverend Dr. Kurian Tamirasheri, the esteemed vicar of St. Dominic's Cathedral, a spiritual leader known for his profound wisdom, humility, and compassionate guidance. Father Kurian is a respected shepherd of the community, a scholar rooted in faith, and a visionary who inspires through both word and example. I humbly invite Reverend Dr. Kurian Tamirasheri to offer his felicitation. യോഗാധ്യക്ഷ ബഹുമാനപ്പെട്ട സിസ്റ്റർ ജോവാൻ CMC, മുഖ്യാതിഥി ബഹുമാനപ്പെട്ട സുമേഷ് കൂട്ടിക്കൽ, ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ഫിൽസി CMC, ഇൻസ്പിരേഷണൽ സ്പീക്കർ ബഹുമാനപ്പെട്ട അനീഷ് മോഹൻ, PTA പ്രസിഡൻറ്റ് ബഹുമാനപ്പെട്ട ജിൻസ് നല്ലേപ്പറമ്പിൽ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, അധ്യാപകരെ, അനധ്യാപകരെ, പ്രിയ മാതാപിതാക്കന്മാരെ, പ്രിയ കുഞ്ഞുങ്ങളെ, ഇൻഫൻറ്റ് ജീസസ് പബ്ലിക് സ്കൂളിൻ്റെ 62ാമത് ആനുവൽ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന സന്തോഷമുണ്ട്. ഇതൊരു സന്തോഷത്തിന് സമയമാണ്. ചുറ്റുപാടുമൊക്കെ ക്രിസ്മസിൻ്റെ സെലിബ്രേഷൻ്റെ ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട്. ആനുവൽ മീറ്റിംഗ് നടക്കുമ്പോൾ കുട്ടികളുടെ കലാപരിപാടികളും നല്ല സംവിധാനങ്ങളും ഒരുക്കിയിരിക്കുന്നത് കൊണ്ട് ഒരു സന്തോഷത്തിനൊരു മൂഡുണ്ട്. ആംബിയൻ്റ് മുഴുവൻ സന്തോഷത്തിൻ്റെതാണ്. കുട്ടികൾക്ക് അടുത്ത ദിവസം പരീക്ഷ തുടങ്ങുന്നു എന്നതൊഴിച്ചാൽ എല്ലാവർക്കും ഒരു സന്തോഷത്തിൻ്റെ അവസരമാണിത്. ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത് എന്ന ഒരു പരസ്യത്തിൽ പറയുന്നത് പോലെ ഈ ക്രിസ്മസിൻ്റെ ഈ സമയവും സമാധാനത്തിൻ്റെയും പ്രത്യാശയുടെയുമാണ്. ഈ സമാധാനം പ്രത്യാശയാണ് എല്ലാവരും ആഗ്രഹിക്കുക. എല്ലാവരും ആയിരിക്കുന്ന അവസരത്തിൽ മനസ്സൊന്ന് ശാന്തമാകാൻ, സമാധാനത്തിലിരിക്കാൻ നമ്മളെല്ലാവരും ആഗ്രഹിക്കുക. പ്രത്യാശയുടെ പ്രതീക്ഷയുള്ളവരായിട്ടിരിക്കാൻ ആഗ്രഹിക്കുക. അതാണ് ക്രിസ്മസിൻ്റെ സന്ദേശമെന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ഒരു സന്തോഷവും ഈ ഒരു സമാധാനവും ഈ പ്രത്യാശ നമുക്ക് മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഈ ആനുവൽ മീറ്റിംഗ് നമുക്ക് പങ്കെടുക്കാനിടയാവട്ടെ. ഈ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ വളരെ വൈബ്രൻ്റായ രീതിയിൽ പ്രിൻസിപ്പളും കുട്ടികളും അവതരിപ്പിച്ച് നമ്മൾ കണ്ട് ആസ്വദിക്കുകയായിരുന്നു. ഒരു സ്കൂള് ചെറുതെങ്കിലും അത് മനോഹരമായിട്ട് ക്രമപ്പെടുത്തിയാണ് ഈ സ്കൂൾ മുന്നോട്ട് പോവുക. നമുക്കിതിൻ്റെ മുന്നണി സാരഥികളെയൊക്കെ തീർച്ചയായിട്ടും അഭിനന്ദിക്കുക തന്നെ ചെയ്യണം. നമ്മൾ ഒത്തിരിയേറെ കാര്യം കുട്ടികൾ പഠിക്കുന്നുണ്ട്. സയൻസും ആർട്ടും അതുപോലെ ഒത്തിരി വിഷയങ്ങൾ പഠിക്കുന്ന ഒരു സമയത്തായിരിക്കുക. അതൊക്കെ നമുക്ക് നമ്മുടെ മുന്നോട്ടുള്ള കുട്ടികളുടെ വളർച്ചയ്ക്ക് അത്യാവശ്യമാണ്. സയൻസിൻ്റെ പഠനം, അതുപോലെ മറ്റ് സാമൂഹിക ശാസ്ത്ര പഠനങ്ങളൊക്കെ നമുക്ക് അത്യന്താപേക്ഷിതമാണ്. അതോടൊപ്പം തന്നെ മാനവിക മൂല്യങ്ങളുമൊക്കെ ഹൃദയത്തിൽ പതിക്കാനിടയാകട്ടെ എന്നാണ് എൻ്റെ ആശംസയും പ്രാർത്ഥനയും. കാരണം സമൂഹവും ഒക്കെ ഒത്തിരിയേറെ വളർന്നു പോകുമ്പോൾ നമ്മുടെ മനസ്സൊക്കെ അത്രമാത്രം വളരുന്നുണ്ടോ എന്ന് സംശയമാണ്. പലപ്പോഴും മനസ്സുകളൊക്കെ മലീമസപ്പെടുന്നു എന്നാണ് ചുറ്റുപാടുമൊക്കെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. അതുകൊണ്ട് മനസ്സിൻ്റെ നന്മ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. സ്വന്തം സഹോദരനെ കാണാൻ മാതാപിതാക്കന്മാരോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കുവാനൊക്കെ കഴിയുന്ന ഒരു നല്ല തലമുറയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. പഠിച്ചു, നല്ല ജോലി കിട്ടി, ഒത്തിരി ഉന്നതമായ സ്ഥാനത്തെത്തിയിട്ട് സ്വന്തം മാതാപിതാക്കന്മാരെ സംരക്ഷിക്കാൻ പോലും സാധിക്കാത്ത വിധത്തിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമ്മൾ നൽകുന്ന വിദ്യാഭ്യാസം എന്തോ കുഴപ്പമുണ്ട്. നമ്മുടെ സഹോദരങ്ങളെയൊക്കെ ഒന്ന് മനസ്സിലാക്കാനും സംസാരിക്കാനും സാധിക്കുന്നില്ലെങ്കിൽ എന്തോ പന്തികേട് നമ്മുടെയൊക്കെ വിദ്യാഭ്യാസ പ്രവർത്തനത്തിലുണ്ട് എന്നാണ് ഈ കാലഘട്ടം തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മനസ്സിൻ്റെ നന്മയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വളരാനിടയാവണം. മനസ്സിനെ യാതൊരു കാരണവശാലും മലീമസപ്പെടുത്താനിടയാക്കരുത്. എന്നാൽ ചുറ്റുപാടുമൊക്കെ ഈ മലീമസപ്പെടുത്തുന്ന രീതിയിലേക്കുള്ള സാഹചര്യമാണ് ഉണ്ടാകുന്നത്. പ്രധാനപ്പെട്ട സോഷ്യൽ മീഡിയ, നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈലും സോഷ്യൽ മീഡിയയൊക്കെയാണ് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും കളിപ്പാട്ടമായി നൽകി നമ്മൾ അവരുടെ വളർച്ചയെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമായിട്ട് ഇതിനെ കണ്ടുകൊണ്ടാണ് നൽകിക്കൊണ്ടിരിക്കുക. ഇന്നത്തെ പത്രവാർത്തകളൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ഏറ്റവും വികസിതമായ രാഷ്ട്രങ്ങളെന്നാണ് ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയിൽ 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ പാടില്ല
എന്ന് അവരുടെ നിയമം കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ ആധുനിക യുഗത്തിൽ 16 വയസ്സ് താഴെയുള്ളവർ സോഷ്യൽ മീഡിയ ഉപയോഗിക്കരുതെന്നാണ് ഓസ്ട്രേലിയയുടെ തീരുമാനം. ഇതേക്കുറിച്ച് പത്രവാർത്തകൾ പറയുമ്പോൾ മറ്റ് രാഷ്ട്രങ്ങളൊക്കെ ഉറ്റുനോക്കുകയാണ് എന്തായിരിക്കും ഇതിൻ്റെ പ്രതിഫലമെന്ന്, എന്താണ് പ്രതിഫലനമെന്ന് ശ്രദ്ധിച്ചിരിക്കുക എന്ന് പറയുകയുണ്ടായി. നമ്മുടെ കുട്ടികളുടെ ആരോഗ്യകരമായ വളർച്ചയ്ക്ക് നമ്മൾ ഇങ്ങനെയുള്ള മലീമസപ്പെടുന്ന കാര്യങ്ങളൊക്കെ ഉപേക്ഷിക്കണമെന്നുള്ള ചിന്ത ഇന്ന് വികസിത രാജ്യങ്ങളൊക്കെ കടന്നുകൂടിയിട്ടുണ്ട്. നോർവേ പോലെയുള്ള സ്കാൻഡിനേവിയൻ കൺട്രീസിൽ കുട്ടികൾ ഉറക്കത്തെക്കുറിച്ച് പഠിച്ചിട്ട് പറയുന്നത് കുട്ടികൾ നേരത്തെ ഉറങ്ങണം. അവിടുത്തെ നിയമം മൂലം സ്കാൻഡിനേവിയൻ കൺട്രീസിൽ നോർവേയിലൊക്കെ 9 മണിക്ക് മുമ്പ് കുട്ടികൾ ഉറങ്ങിയിരിക്കണമെന്ന് നിയമം കൊണ്ടുവന്നു. കാരണം രാത്രി മുഴുവൻ ഉറക്കളച്ചിരിക്കുന്നത് ആരോഗ്യത്തെ ബാധിക്കുന്നു, മാനസികാരോഗ്യത്തെയും ബാധിക്കുന്ന പഠനം നടത്തിയിട്ട് അങ്ങനെ ഒരു ക്രമീകരണം വരുത്തുകയാണ്. കാരണം നമ്മളൊക്കെ ഒത്തിരി വളർന്ന് മുന്നോട്ട് പോകുമ്പോഴും നമ്മുടെ ചില ശീലങ്ങളൊക്കെ നമ്മളെ മോശക്കാരായി മാറ്റുന്നു എന്ന ശാസ്ത്രീയ പഠനത്തിൻ്റെ വെളിച്ചത്തിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിരിക്കുക. അതുകൊണ്ട് മനസ്സിനെ നന്മപൂരിതമാക്കുന്നൊരവസ്ഥയിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതിയും നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസവും മാറുന്നില്ലെങ്കിൽ അത് നമ്മളെ വലിയ അപകടത്തിലെത്തിക്കും. ഒരു വിധത്തിലും പ്രയോജനമില്ലാത്ത ഒരു സമൂഹം, ഒരു തലമുറ രൂപപ്പെട്ടു വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മനസ്സിൽ നന്മ വളരുന്ന വിധത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസം ചേർക്കേണ്ട അത്യാവശ്യമാണ് എന്നാണ് ഈ കാലഘട്ടം നമുക്ക് പറഞ്ഞു തരിക. അതുകൊണ്ട് മനസ്സിൽ നമുക്ക് നന്മ സൂക്ഷിച്ചുകൊണ്ട് പരസ്പരം ബഹുമാനിക്കാനും മറ്റുള്ള ആദരവോടെ കാണുവാനും മറ്റുള്ളവരെ സഹായിക്കുവാനും നമുക്കുള്ളൊരു സന്മനസ് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഞാൻ പല വേദികളും പറഞ്ഞിരിക്കുന്ന എൻ്റെ ഹൃദയത്തെ സ്പർശിച്ചൊരു സംഭവമുണ്ട്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് പത്രത്തിൽ വന്നൊരു വാർത്ത ഇതാണ്. കോട്ടയം നഗരം ഒരു തിങ്കളാഴ്ച ദിവസമാണ്, നല്ല തിരക്കുള്ള സമയം. കുട്ടികൾ സ്കൂളിലേക്ക് പോകാൻ തിരക്ക്, ജോലിക്കാർ ജോലിക്ക് പോകാനുള്ള തിരക്ക്. ആ ഒരു 8-9 മണി സമയം കോട്ടയം ടൗൺ ഭയങ്കരമായിട്ട് തിരക്കിലാണ്. അപ്പോൾ അതിലെ വന്ന് ഒരു ഓട്ടോ ഇടിച്ച് ഒരു പാവപ്പെട്ടൊരു ചേടത്തി, ഒരു സ്ത്രീ, പ്രായം ചെന്ന സ്ത്രീ റോഡിലേക്ക് മറിഞ്ഞു വീണു. രക്തത്തിൽ ഒലിച്ച് കിടക്കുകയാണ്. അത് കണ്ടിട്ട് ആരും ശ്രദ്ധിച്ചില്ല, നോക്കിയില്ല, ആരും സഹായിക്കാനുണ്ടായിരുന്നില്ല. കാരണം എല്ലാവരും തിരക്കിലായിരുന്നു. എന്നാൽ അവിടെ സ്കൂളിൽ പോകുന്ന ഒരു പെൺകുട്ടി ഓടി വന്ന് ഈ പ്രായം ചെന്ന് രക്തത്തിൽ ഒലിഞ്ഞ ഈ അമ്മയെ വാരിയെടുത്തു. എന്നിട്ട് ആ കൊച്ച് അടുത്തുള്ള ഓട്ടോ ചേട്ടന്മാരെ വിളിച്ചു, ചേട്ടാ വന്ന് സഹായിക്കാൻ പറഞ്ഞു. ഈ കൊച്ചിങ്ങനെ കൈകാട്ടി വിളിച്ചപ്പോൾ ഈ ഓട്ടോക്കാരും വന്നു, മറ്റു പലരും വന്ന് സഹായിച്ചു. ഉടനെ തന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി സമയത്ത് എത്തിച്ചത് കൊണ്ട് ആ പ്രായം ചെന്ന അമ്മയുടെ ജീവൻ രക്ഷിച്ചു. അത് ഞാൻ കുഞ്ഞിനോട് ചോദിച്ചു, ആ പെൺകുട്ടിയോട് ചോദിച്ചു, നീ എന്തിനാണ് ഇത് ചെയ്തത്? അപ്പോൾ അവൾ പറഞ്ഞു മറുപടിയുണ്ട്, സുന്ദരമായ മറുപടി, ഞാൻ അറിയാതെ ഓർത്തുപോയി ഇതെൻ്റെ അമ്മയാണെന്ന്. ഈ വീണ് കിടക്കുന്ന രക്തത്തിൽ ഒലിച്ചു കിടക്കുന്നത് എൻ്റെ അമ്മയാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ അമ്മയെ സഹായിച്ചത് എന്നു പറയാനുള്ള ഹൃദയത്തിൻ്റെ വിശാലതയുണ്ടോ? മാനവിക ദർശനമുണ്ടല്ലോ. ദൈവീകമായൊരു മനോഭാവമാണിത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പഠിച്ച് വലിയ ജോലിക്കാരായി വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നവരാകുന്നതോടൊപ്പം ഹൃദയത്തിൽ നന്മയുടെ പാപങ്ങൾ വളരുമ്പോൾ മാത്രമേ ഒരു നല്ല സമൂഹം രൂപപ്പെടുകയുള്ളൂ. നമുക്ക് കുടുംബത്തിന് ആശാകേന്ദ്രമായ മക്കളായിട്ട് വളരുകയുള്ളൂ. അങ്ങനെ നല്ല മനസ്സിൽ നന്മയുണ്ടാവട്ടെ. അതിന് നമ്മുടെ ദൈവവിശ്വാസം ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത്. ഏതു മതത്തിൽ വിശ്വസിച്ചാലും ആ മതത്തിൻ്റെ നല്ല ആത്മീയ മൂല്യങ്ങളുണ്ട്, നന്മയുടെ മൂല്യങ്ങളുണ്ട്. ആ ദൈവത്തിൽ ആശ്രയിച്ച് ഈശ്വരനിൽ വിശ്വസിച്ചുകൊണ്ട് ഈശ്വരനിൽ ആശ്രയിക്കുമ്പോഴാണ് ഹൃദയത്തെ വിമലീകരിക്കപ്പെടുകയുള്ളൂ, ഹൃദയത്തിൽ നന്മയുണ്ടാകുകയുള്ളൂ. അതുകൊണ്ട് വിദ്യാഭ്യാസം വളരുന്നതോടൊപ്പം ദൈവവിശ്വാസത്തിൻ്റെ, ഈശ്വരവിശ്വാസത്തിൻ്റെ നല്ല ചിന്തകൾ കുട്ടികൾക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കട്ടെ. നന്മ ചെയ്യാൻ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കാം, പ്രേരിപ്പിക്കാം. അങ്ങനെ നല്ല ഒരു സമൂഹമായി നല്ല പൗരന്മാരെ വളർത്തെടുക്കാൻ ഈ സ്കൂളിന് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒപ്പം എല്ലാവരും ഒരിക്കൽ കൂടി അഭിനന്ദിക്കട്ടെ. ഈ സ്കൂള് ബഹുമാനപ്പെട്ട CMC സിസ്റ്റേഴ്സാണ് ഇതിന് നേതൃത്വം വഹിക്കുന്നത്. അവർ നടത്തുന്ന ICS മനോഹരമായൊരു സ്കൂളാണ്. വളരെയധികം കഠിനാധ്വാനം ചെയ്തുകൊണ്ടാണ് ഈ സ്കൂൾ നിലനിൽക്കുന്നതെന്ന്
എനിക്ക് നല്ല പരിചയമാണ്. വർഷങ്ങൾക്ക് മുമ്പുള്ള പരിചയം എനിക്കുണ്ട്. ഞാനിവിടുത്തെ വികാരിയായി ചേർന്നതിന് ശേഷം എനിക്ക് നല്ല വിധത്തിൽ അടുത്ത് ഇതിനറിയാം. അതിന് മാനേജ്മെൻറ്റിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഈ സ്കൂൾ എത്രമാത്രം ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് എത്ര നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റും, എത്ര നല്ല പരിശീലനം കൊടുക്കാൻ പറ്റുമെന്നതിന് എത്രമാത്രം ചെയ്ത് കൊടുക്കാൻ പറ്റുമോ എന്ന് ഭക്തശ്രദ്ധയുള്ളവരാണ് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്. ബഹുമാനപ്പെട്ട സിസ്റ്റർ ജോവാൻ സിസ്റ്റർ ഇവിടെയുണ്ട്. ദീർഘകാലം സ്കൂളിൽ പഠിപ്പിച്ചയാളാണ്. വിദ്യാഭ്യാസം നല്ല പരിചയമുണ്ട്. സിസ്റ്ററാണ് മാനേജരായിട്ട് ശുശ്രൂഷ ചെയ്യുന്നത്. നല്ല കാഴ്ചപ്പാടോടെ കൊണ്ടുവരിക. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രിൻസിപ്പൽ സിസ്റ്റർ ഫിൽസി CMCയും സിസ്റ്റർ സ്കൂളിനകത്ത് മുഴുകിയിരിക്കുന്ന ആളാണ്. എന്ത് ചോദിച്ചാലും എന്ത് പറഞ്ഞാലും സ്കൂളിൻ്റെ ഭാഷയിലെ സിസ്റ്റർ സംസാരിക്കാറുള്ളൂ. അത്രമാത്രം ഡെഡിക്കേറ്റഡായി രാത്രിയും പകലും എന്തെങ്കിലും ഒരു ഐറ്റങ്ങളും രാത്രിയിൽ ഓണായി കിടന്നാൽ രാത്രി വന്ന് ഓഫാക്കുന്ന, രാത്രിയും പകലും സ്കൂളിനോട് പൂർണ്ണമായ കമ്മിറ്റ്മെൻറ്റുള്ള, പൂർണ്ണമായി കുട്ടികൾക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുന്ന പ്രിൻസിപ്പൽ സിസ്റ്ററാണ് സിസ്റ്റർ ഫിൽസി CMC. അഭിമാനത്തോടും സന്തോഷത്തോടും കൂടി സിസ്റ്ററിനെയും സിസ്റ്ററിൻ്റെ ടീമിനെയും അധ്യാപകരെയും അനധ്യാപകരെയും എല്ലാവരെയും അഭിനന്ദിക്കാൻ കൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. PTA പ്രസിഡൻറ്റ് ജിൻസ് നെല്ലേപ്പറമ്പിലുണ്ട്. എനിക്ക് വളരെ പരിചിതനാണ്. ഇങ്ങനെയുള്ള പൊതു കാര്യങ്ങളിലൊക്കെ വളരെ ശ്രദ്ധിച്ച് കൂട്ടത്തിൽ നിന്ന് കാര്യങ്ങൾ ചെയ്യുന്ന നല്ലൊരു PTA പ്രസിഡൻ്റ് ഉണ്ട്. അതുകൊണ്ട് എല്ലാം കൂടിയാണ് ഈ സ്കൂള് മാതാപിതാക്കന്മാരും ടീച്ചേഴ്സും മാനേജ്മെൻറ്റും എല്ലാം ഒരുമിച്ച് ഭംഗിയായി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്, ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് ഭംഗിയായിട്ട് സ്കൂൾ പോകുന്നത്. അതുകൊണ്ട് PTA ടീമിനെയും അതിൻ്റെ പ്രസിഡൻറ്റിനെയും ഒക്കെ അഭിനന്ദിക്കുന്നു. നമുക്ക് പരസ്പരം ഒരുമിച്ച് പോകാം. വിദ്യാഭ്യാസം എന്നുള്ളത് ആരുടെയെങ്കിലും ഒക്കെ അല്ല, നമ്മുടെ എല്ലാവരുടെയുമാണ്. നമ്മളെല്ലാവരും കൈകോർത്ത് ഒരുമിച്ച് പിടിക്കുമ്പോൾ മാത്രമേ നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ചേരാം. എവിടെയെങ്കിലൊക്കെ ചെറിയ വീഴ്ചകളോ കുറവുകളോ ഉണ്ടാകുമ്പോൾ അത് പൊലിപ്പിച്ച്, അത് പർവ്വതീകരിച്ച് പ്രശ്നമുണ്ടാക്കരുതേ. ഈ ഒരു സമർപ്പണത്തിന് പിന്നിലുള്ളത് കൊണ്ട് കുറവുകളൊക്കെ പരിഹരിച്ചുകൊണ്ട് ഒരുമിച്ച് പോവാൻ കൂട്ടായി പരിശ്രമിക്കണം എന്ന ഒരു അഭ്യർത്ഥന കൂടി മുന്നിൽ വെച്ചുകൊണ്ട് ഈ ദിവസത്തിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ക്രിസ്മസിൻ്റെ എല്ലാ ആശംസകളും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. Thank you, Father, for your thought-provoking words. Now I request Father to give away the Proficiency Awards. Come forward to give away the Proficiency Awards of 2024-25. Mrs. Sally Cherian Memorial Scholarship and Reverend Father Matthew Kurshimutil Memorial Scholarship awarded to Kumari Rosemary John, and also she secured first position from Class 9 during the academic year 2024-25. Vidwan C.L. Varghese Vaidyan Mundambali Memorial Scholarship awarded to Kumari Bella Ann Anthony, and also she got first position from Class 8 during the academic year 2024-25. Mrs. and Mr. Kunyavarki Kurivila Kallarakkal Anathanam Memorial Scholarship awarded to Kumari Devananda B. Krishna, who secured first position from Class 7. Mrs. and Mr. Chako Avira Patrambakal Memorial Scholarship awarded to Master Haran Jiki, who secured first position from Class 6 during the academic year 2024-25. Mrs. and Mr. Mathai Cherian Valakodiyil Memorial Scholarship awarded to Master Gino Anil, who got first position from Class 5. Mrs. Kuchrani Billy Vadakil Memorial Scholarship and Mr. N.J. Joseph Nyalathuvailil Memorial Scholarship awarded to Kumari Ahadiya Mariam Anas, who secured first position from Class 4. Reverend Father Matthew Nyalathuvailil Scholarship and Reverend Father Joseph Thaiparambil Memorial Scholarship awarded to Master Johan George, who secured first position from Class 3. Reverend Sister Felicit Memorial Scholarship and Mrs. Valsama Sebastian Elvungal Memorial Scholarship awarded to Kumari Srileya Ladesh, who secured first position from Class 2. Mr. Avira Abraham Karyanautu Memorial Scholarship awarded to Master Vasudev R, who secured first position from Class 1. Mr. James Kuti Jacob Padinyare Memorial Scholarship awarded to Master Joseph George, and who secured first position from UKG during the academic year 2024-25. Tom Thomas George Churikunnel Memorial Scholarship awarded to Kumari Elna Georgian.
Jerry George Churikunel Memorial Scholarship awarded to Master Johan Tingu. Reverend Sister Benedict Memorial Scholarship awarded to Kumari Miriam Tom. With immense pride and excitement, I now invite the vibrant and victorious Greenhouse to come forward and receive the overall championship trophy. Greenhouse, this moment belongs to you. Please step forward. Thank you, dear Father, for your gracious and uplifting words and also giving away the prizes.